വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ. ഇന്ന് ഒരു നെറ്റ്ഫ്ലിക്സിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു, മൈക്ക് ടൈസൺ വേഴ്സസ് ജേക്ക് പോൾ. നെറ്റ്ഫ്ലിക്സ് കോടികൾ ചെലവിട്ട് ഉണ്ടാക്കിയ ഒരു ഈവന്റ്. ദ ലെജൻഡറി നമ്മുടെ മൈക്ക് ടൈസണും ജേക്ക് പോൾ 27 വയസ്സുള്ള ഒരു പയ്യനും 58 വയസ്സുള്ള ഒരാളുമായിട്ട് ബോക്സിങ് ചെയ്യുക. കോടികൾ ഒഴുകിയ ഒരു ഈവന്റ്. പുള്ളിക്ക് ഏതാണ്ട് 168 കോടി, മൈക്ക് ടൈസണും ജേക്ക് പോളിന് ഏകദേശം 368 കോടി രൂപ പ്രതിഫലമായി മാത്രം ഉണ്ടാവും. പിന്നെ സ്പോൺസർഷിപ്പ് വേറെ, പിന്നെ നെറ്റ്ഫ്ലിക്സിന്റെ വേറെ, അങ്ങനെ 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 ഒരുപാട് കോടികൾ കിട്ടുന്ന ഒരു ഈവന്റ്. കാശിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഷോ ഉണ്ടാക്കുകയും മൈക്ക് ടൈസൺ എന്തുകൊണ്ട് ഇതിനകത്ത് സമ്മതിച്ചു എന്നറിയില്ല. കാരണം പുള്ളി ഇത്രയും ഏജായി, 58 വയസ്സായി. പുള്ളി അതിന്റെ ഇപ്പം മാച്ച് കഴിഞ്ഞോളൂ. സ്വാഭാവികമായിട്ടും ജേക്ക് പോളാണ് വിജയിച്ചത്. പുള്ളി വളരെ അവശനായിട്ട് കാണപ്പെട്ടു. കാരണം ഈ 58ാമത്തെ വയസ്സില് അത് ബ്രീതിങ് പ്രോബ്ലം എല്ലാം ഉണ്ടാവും. 58 വയസ്സായ ഒരാള് ചെറുപ്പക്കാരനായ ഒരു പയ്യനോട് എങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുമോ ഇല്ലെന്ന് തന്നെ അറിയില്ല. എന്റെ തലേ ദിവസം ഒരു ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സാധാരണ ഈ WWE ഇവന്റിലെ പോലെ പ്രകോപനപരമായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മൈക്ക് ടൈസൺ പുള്ളിയുടെ മുഖത്തൊക്കെ അടിച്ചിരുന്നു. എങ്കിൽ പോലും ഞാൻ ലെജൻഡറി ആയിട്ടുള്ള മൈക്ക് ടൈസനെ പറയുള്ളൂ. കാരണം 50 മത്സരങ്ങളിൽ ആകെ ഒരെണ്ണം മാത്രമേ തോറ്റിട്ടുള്ളൂ. ബാക്കി ആറെണ്ണം തോറ്റു. ബാക്കിയെല്ലാം നോക്കൌട്ടാണ്. ഏകദേശം എല്ലാത്തിലും ഇടിച്ച് നിലത്തിട്ടായിട്ടാണ് പുള്ളി എല്ലാവരും വിജയിച്ചേക്കുന്നത്. പക്ഷെ അതുപോലത്തെ ഒരു പഞ്ചുകളൊന്നും ഇന്നത്തെ ഈ മാച്ചിൽ കണ്ടിട്ടില്ല. 15 മിനിറ്റ് ഉണ്ടായുള്ളൂ. 8 റൗണ്ടുകളായിരുന്നു. 3 മിനിറ്റിന്റെ 8 റൗണ്ടുകൾ. 15-16 മിനിറ്റുകളെ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഫുൾ നെറ്റ്ഫ്ലിക്സ് ലൈവ് കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ ഇടുന്ന വീഡിയോ ആണിത്. എനിക്ക് തോന്നി മൈക്ക് ടൈസൺ ലെജൻഡ് ആണെന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയായിരുന്നു. മത്സരശേഷം ലാസ്റ്റ് 10 സെക്കൻഡ് ആയപ്പോഴേക്കും പുള്ളി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ജേക്ക് പോൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായില്ല. പുള്ളി അപ്പൊ തന്നെ വളരെ ഇതായിട്ട് കാമൻകോയിട്ട്, അല്ലെങ്കിൽ അഹങ്കാര വ്യത്യാസമോ കാണിക്കാണ്ട്, തലേദിവസം എന്റെ മുഖത്തടിച്ചു എന്നുള്ളതിന്റെ ഒരു ഫീലിംഗ് കാണിക്കാതെ വളരെ കാമൻ ക്വയറ്റായിട്ട്, നമ്മുടെ ഇതില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാലോട്ട് വന്നിക്കുകയാണ് നമ്മുടെ മലയാളികൾ ചെയ്യുന്നത്. പുള്ളി അതിന് അവരുടേതായ രീതിയിലുള്ള എന്താ പറയുക സല്യൂട്ട് കൊടുക്കുകയും ചെയ്ത് ജേക്ക് പോളിന് ഇരിക്കട്ടെ ഇന്നത്തെ എന്റെ ഒരു ബിഗ് സല്യൂട്ട്. യങ്സ്റ്റർ ആണെങ്കിലും അഹങ്കാരം കാണിക്കാത്ത, കോടികളുടെ ആസ്തിയുണ്ട് പുള്ളിക്ക്. ഏകദേശം ഒരു 8,000-9,000 കോടിയുടെ ആസ്തിയുണ്ട്. ഇന്നത്തേതോടുകൂടി ഏകദേശം അത് പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തന്നെ നമ്പർ 1 ആണ് പുള്ളി. പിന്നെ പുള്ളി എന്റർപ്രണർ ആണ്. ജേക്ക് പോളും മൈക്ക് ടൈസണും നമുക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഹാർഡ് വർക്ക് ചെയ്ത് മാത്രം ഇപ്പോഴും മൈക്ക് ടൈസന്റെ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു തരത്തിലും അർണോൾഡ് ഷെവാർണറൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ബോഡി കംപ്ലീറ്റ് പോയി. പക്ഷെ പുള്ളിയുടെ ബോഡി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും ബോക്സ് ചെയ്യാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹീസ് എ ലെജൻഡ്. അത് തന്നെ പറയാം ഉറപ്പായിട്ടും. എങ്കിലും നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ ഫൈറ്റ്. ഒരു നല്ലൊരു മോട്ടിവേഷൻ ആണ്. പുള്ളിയുടെ കുറെ പഴയ കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് കാണിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയണേ, എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി, അതുകൊണ്ട് മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ്. ഐ എം സൈനിങ് ഓഫ്, നിങ്ങളുടെ മോട്ടിവ് ഫൈൻഡർ.